വെറും റോഡ് നിയമങ്ങൾ പാലിച്ചതുകൊണ്ട് മാത്രം അപകടങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കാനാകുമോ? ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ കണ്ടെത്താനാണ് കായംകുളം BRCയിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ 42 കുട്ടി ഗവേഷകർ അവരുടെ പഠനത്തിന് തുടക്കം കുറിച്ചത്. അമിത വേഗത മാത്രമല്ല, പൊതുസ്ഥലങ്ങളിലെ മാലിന്യ നിക്ഷേപവും അതിനെ തുടർന്ന് വർദ്ധിക്കുന്ന തെരുവുനായ ശല്യവും റോഡ് അപകടത്തിന് ഗൗരവമായ കാരണങ്ങളാണെന്ന് ഈ കൊച്ചു ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു. മോട്ടോർ വാഹന വകുപ്പിന്റെയും കായംകുളം MSM കോളേജിന്റെയും സജീവ സഹകരണത്തോടെയുമാണ് ഈ പഠനം പൂർത്തിയാക്കിയത്. മാലിന്യമുക്ത പരിസരവും സുരക്ഷിതമായ റോഡുകളും ലക്ഷ്യമാക്കി നടത്തിയ ഈ ഗവേഷണത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് കുട്ടി ഗവേഷകരായ നിവേദ് VN, മഹേശ്വർ AR, ശിവപ്രിയ പ്രദീപ്. എല്ലാവർക്കും നമസ്കാരം. കാമ്പശ്ശേരി കരുണാകരന്റെയും തോപ്പിൽ ബാസി തുടങ്ങിയ സാമൂഹ്യ രാഷ്ട്രീയ നേതാക്കളുടെ സാംസ്കാരിക സംഭാവന മൂലം വളർന്നു വന്നൊരു ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഏതാണ് ആ ഗ്രാമം എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അതെ, ഞങ്ങളുടെ ആ ചെറിയ ഹരിതസുന്ദരമായ ഗ്രാമത്തിൻ്റെ പേരാണ് വള്ളികുന്നം. കൂട്ടുകാരെ, റോഡുകൾ സുരക്ഷിതമായ ഗതാഗതത്തിനുള്ളവയാണ്, മറിച്ച് രക്തം ചീന്താനുള്ളവയല്ല. റോഡ് സുരക്ഷ എന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട് അത്യന്തം പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. അത്രയും പ്രാധാന്യമേറിയ വിഷയമാണ് ഞങ്ങൾ പ്രോജക്റ്റിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. റോഡ് സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന പ്രശ്നങ്ങളെപ്പറ്റിയും ഞങ്ങളുടെ നിരീക്ഷണങ്ങളും തുടർന്ന് നൂതനമായ ആശയങ്ങളിലൂടെ ഞങ്ങൾ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടുപിടിച്ചു. അവയെല്ലാം നിങ്ങൾക്ക് മുന്നിൽ ഒരു സ്കിറ്റ് മാർഗത്തിലാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. Oh my sweet puppy, how cute you are. Oh sweetie, oh my sweet. ഈ പട്ടിയെ കൊണ്ട് എന്താ ശല്യോ ഇത്? മിസ്റ്റർ, എന്തുവാടോ താൻ ഈ കാണിക്കുന്നത്? എന്താ കണ്ടില്ലയോ പട്ടിയെ കല്ലെറിയെന്ന്? ആഹാ, കൊള്ളാലോ. പാവം ജീവി എറിഞ്ഞു കൊടുത്തിട്ടാണോ ഇയാൾ നീ വാചം അടിക്കുന്നത്? ഈ നാശം ജന്തു കാരണം പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞതിനെല്ലാം കൊന്നാളാൻ പറ്റും. കൊല്ലണം. മനുഷ്യര് ശല്യം ഉണ്ടാക്കുന്ന എല്ലാത്തിനെയും കൊല്ലണം. മനുഷ്യ, ഇയാൾക്കൊരു കാര്യം അറിയോ? മനുഷ്യന്റെ പരിണാമ സമയത്ത് മനുഷ്യനായിട്ട് ആദ്യമായിട്ട് ഇണങ്ങി ജീവിച്ച ഒന്നാ താനീ പറയുന്ന പട്ടി. എനിക്ക് ഹിസ്റ്ററിയും ഫിലോസഫി ഒന്നും അറിയത്തില്ല. എന്തായാലും ഒരു കാര്യം അറിയാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു കുട്ടി ഒരു പട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്രമിച്ചതേ ഉള്ളൂ. ആ കുട്ടി മരിച്ചുപോയി. അതിനൊരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതാണ് മരിച്ചത്. ഇയാൾക്ക് ആ കഥ മാത്രമേ അറിയത്തുള്ളൂ. ചൂരൽമലയിലെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് തന്റെ യജമാനെ നോക്കി നാളുകളോളം കാത്തിരുന്ന പട്ടിയുണ്ട്. ഓ, അത് വളർത്തുപട്ടി ആയതുകൊണ്ട്. എടോ, ഈ വളർത്തുപട്ടി തെരുവ് പട്ടി എന്നൊന്നും ഇല്ല. എല്ലാ പട്ടിയും സ്നേഹത്തോടെ കെയർ ചെയ്താൽ മതി. അങ്ങനെ പേ പിടിച്ച പട്ടിയും പിടിച്ചാൽ കെയർ ചെയ്യാൻ പറ്റുമോ? ആഹാ, കൊള്ളാലോ. ഇയാൾ ഈ ബോർഡൊന്ന് വായിച്ചേ. ഇവിടെ ശിവനെ ഇങ്ങനെ വായിക്കാനും അറിയത്തില്ലേ? ഇവിടെ മാലിന്യം വലിച്ചെറിയരുത്. അതെന്താ? എടോ, ഇവിടെ മാലിന്യം വലിച്ചെറിയരുതെന്ന് പറഞ്ഞേക്കുന്നിടത്ത് തന്നെയല്ലേ ഇത്രയും മാലിന്യം കൂമ്പാരം പോലെ കിടക്കുന്നത്? പിന്നെ എവിടെ കൊണ്ട് കളയും? എടോ, കളയാനെടുത്ത് കൊണ്ട് കളയണം. ഇങ്ങനൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? മനുഷ്യന് തിരക്കൊക്കെ ഇല്ലയോ? ആഹാ, ഇയാൾക്ക് മാത്രമുള്ളോ തിരക്ക്? അത് പറ്റത്തില്ല. ഇവിടെ മാലിന്യം വലിച്ചെറിയരുതെന്ന് പറഞ്ഞാലും മനുഷ്യന് ഇവിടെ കളയാനൊക്കെ സൗകര്യമൊന്നുമില്ല. ആ സൗകര്യം ഉള്ളെടുത്ത് കൊണ്ടങ്ങ് കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് പട്ടിയെ ദ്രോഹിക്കുന്ന വഴി ഇവിടെ നടക്കത്തില്ല. അയ്യോ മാമ, മോനെ കുഴപ്പമൊന്നുമില്ലല്ലോടാ? ഇല്ല, ഈ നാശം തന്നെ കൊണ്ട് വെളിയിറങ്ങാൻ പറ്റത്തില്ല. വളവ് തൊട്ടായിട്ട് ഓടിക്കുക. കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, പോട്ടെ, എനിക്ക് അത്യാവശ്യം ഉണ്ട്. പോയിട്ട് ഞാൻ ശരി സൂക്ഷിച്ചു പോണേടാ. സൂക്ഷിക്കണം. പറഞ്ഞ നാവായിട്ടില്ല. ആ ചെറുക്കനെ കടിക്കാൻ വന്നിട്ടല്ലോ. അതാ ചെറുക്കന്റെ ഭാഗ്യദോഷം. ഭാഗ്യദോഷം എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. വല്ലവനും നമ്മളില്ലായിരുന്ന ചെറുക്കന്റെ ഗതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോ കാര്യം, നമ്മളിപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ അവനൊന്നും പറ്റില്ലല്ലോ. ഇയാളിനെന്തിനാ ഇന്ന് വാച ഓടിക്കുന്നത്? പറ്റോ ഇല്ലയോന്നല്ല, പറ്റിയേനെ. നമ്മളിവിടെ ഉള്ളത് ഇപ്പോഴത്തെ ഒരു കാര്യം. അവൻ ചിലപ്പോ നാളെ വരുവാണേലോ, അവനെ കട്ടിയടിച്ച് എന്തോ ചെയ്യും? അവ പട്ടി അതിനെ ഒന്നും ചെയ്തില്ലല്ലോ. അത് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. നിങ്ങൾ പാവങ്ങളാ. പാവങ്ങള്. പേപ്പട്ടി നല്ലതാ. പാവങ്ങള്. വഴക്കിടാതെ. നിങ്ങളെ പ്രശ്നം എന്തോ? ബഹളം അവിടെ വരെ കേൾക്കാലോ. എന്തോ ഇത്? ഏതാ? ഞാൻ അടുത്ത സ്കൂളിൽ പഠിക്കുന്നേ. എന്തോ ബഹളം വെക്കുന്ന? എന്തോ പ്രശ്നം പറ. മോനെ, തെരുവ് പട്ടി കുഴപ്പം. അതയാക്കാ പ്രശ്നം. എനിക്കൊരു പ്രശ്നം. തെരുവ് പട്ടിയല്ലേ നിങ്ങളെ പ്രശ്നം? അതിനെ പറ്റിയൊക്കെ എൻ്റെ ഒരു അടാർ ഐറ്റം ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് ഐറ്റം. ഇതെന്താടാ സാധനം? ഇതൊരു അൾട്രാസോണിക്സ് ഉണ്ട്. ഇതൊരു അൾട്രാസോണിക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ് ആണ്.
ഈ അൾട്രാസോണിക് സൗണ്ട് എന്ത് സാധനം? അതിന്റെ നമുക്ക് മനുഷ്യർക്ക് സൗണ്ട് കേൾക്കാൻ വേണ്ടി ഒരു പരിധിയുണ്ട്. 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ് ആ പരിധി. 20 ഹെർട്സിന് താഴെയുള്ള ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും 20,000 ഹെർട്സിന് മുകളിലുള്ള അൾട്രാസോണിക് സൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഗാഡ്ജറ്റ് അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ അൾട്രാസോണിക് സൗണ്ട് നമ്മുടെ നായകൾക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ ആ നായ അങ്ങ് ഓടിപ്പോകും. അങ്ങനെ ഒരു ഐഡിയ വെച്ചാണ് നമ്മളൊരു ഗാഡ്ജറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രോജക്റ്റിന്റെ പ്രോജക്റ്റ് അങ്ങനെ ഞങ്ങളുടെ സ്കൂളിലെ ബൈദവേ ഞാൻ KKM സ്കൂളിലാണ് വരുന്നത്. ഗവൺമെന്റ് സ്കൂളല്ലേ? ഗവൺമെന്റ് സ്കൂൾ. അപ്പൊ ഞങ്ങൾ റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് ചെയ്തൊരു പ്രോജക്റ്റ് ആണത്. റോഡ് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഇത് മാത്രമേ ഈ പട്ടിയുടെ പ്രശ്നത്തിലോട്ട് എങ്ങനെ എത്തിപ്പെട്ടത് നിങ്ങൾ? ഞങ്ങളാണെങ്കിൽ സർവേ കാര്യങ്ങൾ എടുത്തു. ഞങ്ങളുടെ സ്കൂളിന് 4 ചുറ്റും 1 കിലോമീറ്റർ സർവേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 18ഓളം ചോദ്യങ്ങളാണ് ചോദ്യാവലി ഉപയോഗിച്ച് ഞങ്ങൾ സർവേ എടുത്ത് ഒരു ദിശയിലേക്ക് 15 പേര് അങ്ങനെ 3 ഏജ് ഗ്രൂപ്പുകളാണ്. കുട്ടികൾ, യുവാക്കൾ, പ്രായമായവർ, അങ്ങനെ സർവേ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പൈച്ചാട്ട് ഞാൻ കാണിച്ചു തരാം. പൈച്ചാട്ടൊക്കെ നിക്കട്ടെ, മോനി പട്ടിശല്യത്തിലോട്ട് എങ്ങനെ വന്നത്? പൈച്ചാട്ട് കാണിച്ചു തരാം. പൈച്ചാട്ട് കാണിച്ചു തരാം. ആണോ, നോക്കിക്കേ. പൈച്ചാട്ടം നോക്കിക്കേ. ഉണ്ടോ? ഇതിൽ ഏകദേശം 50% ആൾക്കാർ പറഞ്ഞ തെരുവുനായ ശല്യമാണ്. ബാക്കി 20% ആൾക്കാർ ജൈവമാലിന്യ നിക്ഷേപണം. പിന്നെ ബാക്കിയുള്ളത് സീബ്ര ക്രോസിങ്ങിന്റെ അപ്പം റോഡ് ഫുട്പാത്തിന്റെ സിഗ്നലുകളുടെ. പക്ഷെ നമ്മുടെ ഒരു ഗ്രാമപ്രദേശം ആയതുകൊണ്ട് നമ്മളത് പരിഗണനയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ള തെരുവുനായല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗാഡ്ജറ്റ് ചെയ്തത്. മോനെ, ഈ തെരുവുനായുടെ കുഴപ്പമില്ലാതെ ഈ ഗാഡ്ജറ്റ് ഇപ്പോൾ ഉള്ളൊരു കുഴപ്പമില്ല. ഈ പന്നി, കാട്ടുപന്നി, ഈ കാട്ടുപന്നി എനിക്ക് ഇതിനെ തുരത്താൻ വല്ലതും പറ്റുമോ? അതിനെക്കുറിച്ച് ഞങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഉടനെ ഞങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുമായിരിക്കും. അല്ല മോനെ, ഈ സർവേ മാത്രമേ എടുത്തുള്ളൂ, അല്ലാതെ വേറെ പണിയൊന്നും നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്തില്ല? അപ്പൊ ചെയ്ത് പിന്നെ ഫീൽഡ് വിസിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എവിടെയായിരുന്നു ഫീൽഡ് വിസിറ്റ്? നമ്മുടെ മാവേലിക്ക റീജിയണൽ വർക്ക്ഷോപ്പ് ഇല്ലേ, അവിടെ ചെന്നപ്പോൾ നമുക്ക് ഈ വാഹനങ്ങളുടെ അവസ്ഥ, റോഡ് സുരക്ഷ എങ്ങനെ ബാധിക്കുന്നത്, നമ്മുടെ മെയിൻ്റനൻസും എപ്പോൾ മെയിൻ്റനൻസ് ചെയ്യണം, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് നമ്മളെ പ്രോജക്റ്റ് റിപ്പോർട്ടുണ്ട്. ഓക്കെ, വർക്ക് ചെയ്യിപ്പിച്ചാണ് കാണിക്കാം. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ 3 സ്വിച്ച് ഉണ്ട്. ഈ ഫസ്റ്റ് പവർ സ്വിച്ച്. അതാണ് നമ്മുടെ ഗാഡ്ജറ്റ് പവർ ഓൺ ആവും. ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്, പച്ച കളർ. ഫസ്റ്റ് ആണ് ടെസ്റ്റ് ബട്ടൺ. നമ്മുടെ ഈ ഒരു സംഭവം വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പൊ ടെസ്റ്റ് ബട്ടൺ നമുക്ക് കേൾക്കാവുന്നുണ്ടോ? പിന്നെ നമ്മുടെ ഒരു മെയിൻ ബട്ടൺ ഉണ്ട്. ഇത് ഇവിടെ വെച്ചതിന് കാരണം നമ്മളിപ്പോ പട്ടി നമ്മൾ ആക്രമിക്കാൻ വരുവാന്ന് വെച്ചോ, നമുക്ക് പെട്ടെന്ന് എടുത്ത് ഉപയോഗിക്കണ്ടേ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ പേരാണ് എർഗണോമിക്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് കേൾക്കാവുന്നുണ്ടോ? ഇതാണ് അൾട്രാസോണിക്സ് ഉണ്ട്, കേൾക്കാൻ നോക്കത്തില്ല. ഏകദേശം 40,000 ഹെർട്സ് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നായകൾക്ക് കേൾക്കാൻ പറ്റുമല്ലേ? നായകൾക്ക് കേൾക്കാൻ പറ്റും. ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പൊ നായ ഓടിപ്പോവും. അന്നേരം മോനെ, ഈ സംഭവമൊക്കെ നീ എങ്ങനെ പഠിച്ചത്? ഇതൊക്കെ ഇത് ഈ ഓർഡിനോ കിട്ടി? അതിന്റെ ഞാൻ ലിറ്റിൽ കേസിലുള്ളതാ. അപ്പൊ അതിനായിട്ട് നമ്മളെ ഓർഡിനോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഉൾവശം ഒന്ന് കാണിച്ചുതരാം. കാണിച്ചുതരാം. കണ്ടോ ഇതെന്ത് ഈ വയറും ഇതൊക്കെ? പറഞ്ഞുതരാം. നമ്മ ഈ കാണുന്ന ഇതാണ് ഓർഡിനോ ബോർഡ്. അപ്പൊ ഈ ഓർഡിനോ ബോർഡിനകത്ത് നമ്മൾ കോഡ് കൊടുത്ത് നമ്മളൊരു സ്പീക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്. കണക്കുന്നുണ്ടല്ലോ, സ്പീക്കർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഏകദേശം 40,000 ഹെർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഓഡിബിൾ ആയിട്ടുള്ള ഒരു സൗണ്ടിന്റെ കോഡും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ബാറ്ററി അല്ലാതെ പ്രത്യേകിച്ച് കൺഫ്യൂസിങ് ആയിട്ടൊന്നുമല്ല. ഇതിപ്പോ ഒരു പ്രോട്ടോടൈപ്പ് ആണ്. ഇതിന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഒരു PCB ചിപ്പിലോട്ട് കോഡ് മാറ്റിയിട്ട് നമുക്ക് വൈഡായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് PCB ചിപ്പോട്ട് മാറ്റുമ്പോൾ നമുക്ക് വില ഇതിന്റെ ഈ വിലയും കാര്യമൊക്കെ എങ്ങനെയാവും? നമ്മൾ ഇത് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ ഏകദേശം 500 രൂപയായി. പക്ഷെ നമ്മളിത് PCB ചിപ്പോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഒരെണ്ണത്തിന് PCB ചിപ്പ് എന്ന് പറഞ്ഞ ഒരു പച്ചക്കളറിൽ ഒരു സാധനം ടോയ്സിലൊക്കെ കാണുന്നത്, കളിപ്പാടത്തിലൊക്കെ ഉള്ള. അപ്പൊ അതോട്ട് കൺവേർട്ട് നമ്മൾ ഏകദേശം 200 രൂപ താഴെയിലോട്ട് ആ ഒരു പ്രൈസ് കുറയും. അത് നമുക്ക് വൈഡായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. മോനെ, ഈ പട്ടിയുടെ ശല്യം കാരണമേ എന്തെങ്കിലും അപകടമൊക്കെ പറ്റിയതായിട്ട്? പിന്നെ കുറെ അപകടം പറ്റിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പത്രത്തിലൊക്കെ വന്നേലേ, ഈ നമ്മുടെ ഞങ്ങളുടെ ചാരുമൂട് അറിയാവോ? അവിടെ ഒരു 9 വയസ്സുള്ള പയ്യനുണ്ട്, പേര് സാവൻ. അറിഞ്ഞായിരുന്നു? ഞങ്ങൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. അല്ലേ? അപ്പൊ അവന്റെ കാര്യം അറിയില്ല. അവൻ ജസ്റ്റ് പട്ടിയൊന്നും അള്ളിയതേ ഉള്ളു, കടിച്ചതോ അങ്ങനെ ഒന്നുമില്ല, അള്ളിയതേ ഉള്ളു. അപ്പൊ അവനത് ആ അള്ളിലൂടെ നമുക്ക് പേവിഷബാധ ഏറ്റ് മരിച്ചുപോയി. പിന്നെ ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ റാബീസ്, അതായത് പേവിഷബാധ വന്നാല് പിന്നെ അതിന് പ്രതിമരുന്നില്ല. പക്ഷെ ഒരു മിറാക്കൾ സംഭവിച്ചിട്ടുണ്ട്, മെഡിക്കൽ മിറാക്കൾ. ഈ ലോകത്തിൽ ഒത്തിരിയും പേർക്ക് പേവിഷബാധ വന്നിട്ടുണ്ട്. അതിൽ ഒരൊറ്റ ഒരാൾ മാത്രമേ ഇപ്പൊ
പേവിഷബാധ വന്നിട്ടും തിരിച്ച് ജീവിച്ചിരുന്നിട്ടുള്ളൂ. ആ ഞാൻ കണ്ടായിരുന്നു, ദിവസം വായിച്ചിട്ടുണ്ട്. പിന്നെ മോനെ ഈ ഇത് എന്തോ അൾട്രാസോണിക് സൗണ്ടോ അതിന് പകരം വല്ല ലേസറോ വല്ലതും വെച്ചാലും പട്ടി ഓടത്തില്ലയോ? അതിൻ്റെ നമ്മൾ ലേസറൊക്കെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉന്നം കിട്ടത്തില്ല. പിന്നെ പട്ടിയുടെ കണ്ണിലോട്ട് അടിച്ചാൽ ലേസർ ഒരു ഹാംഫുൾ ആവത്തുള്ളൂ. അപ്പോൾ പട്ടി കണ്ണടച്ചിട്ട് പിന്നെ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പട്ടിക്ക് ചെവി അടയ്ക്കാൻ ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് കൂടെയാണ് നമ്മൾ സൗണ്ട് വെച്ച് പട്ടിയെ പ്രതിരോധിക്കുന്ന ഒരു സംഭവം ഉണ്ടാക്കിയത്. മോനോട്ടേക്കാണ് ഈ പ്രോജക്റ്റ് ചെയ്തത്? മോനെ പ്രോജക്റ്റ് ഒറ്റയ്ക്കാണ്? അല്ല, ഞങ്ങൾ 6 പേര്, എൻ്റെ കൂട്ടുകാർ 6 പേര് അങ്ങനെ ഗ്രൂപ്പായിട്ടാണ് ചെയ്തത്. സമയം ഞാൻ പോട്ടെ, ശരി 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 മോനെ, ബൈ. ആ ശരി ശരി. നല്ല ഇറക്കുന്നില്ലയോ? സത്യം നല്ല ഇറക്കി. ഇങ്ങനെയുള്ള പിള്ളേരാ നമ്മുടെ ഭാവി തലമുറയ്ക്കൊരു കൈത്താങ്ങാകുന്നത്. ശരിയാ. ഈ ഗവൺമെന്റ് സ്കൂളിൽ കുറെ ഈ ഇതൊക്കെ സംഭവമൊക്കെ ഉണ്ട്. സൗകര്യങ്ങളൊക്കെ. അവൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്ന്, ഈ ജൈവമാലിന്യം പറഞ്ഞില്ലയോ? ഈ ജൈവമാലിന്യം കാരണം ഈ പട്ടിയൊക്കെ ഇവിടെ കൂടുതലുള്ളതും ഈ ആളുകൾ ഇവിടെ കൊണ്ട് ഇതുകൊണ്ട് ചുമ്മാ വാരിയിട്ടൊക്കെ ഇവിടെ ആണ്. നമുക്ക് അപ്പം അവൻ പറഞ്ഞ പോലെ ഒരു കാര്യം വേണം, ഈ മാലിന്യ സംസ്കരണം നമുക്കൊരു സംസ്കാരമായിട്ട് മാറ്റണം. അതെ, മാലിന്യ സംസ്കരണം നമുക്കൊരു സംസ്കാരമാക്കി മാറ്റാം. അതുകൂടാതെ സഹജീവികളോട് നമുക്ക് സ്നേഹത്തോടും കരുതലോടും പെരുമാറാം. ഉപദ്രവിക്കാമെന്ന ജീവികളെ നൂതന മാർഗത്തിലൂടെ പ്രതിരോധിക്കുക. നന്ദി, നമസ്കാരം. സ്കൂളിൽ പോടാ. താങ്ക് യു ടീം കായംകുളം. ക്വസ്റ്റ്യൻസ്? ഹലോ ഇത് ആദ്യം റോഡ് സേഫ്റ്റി ആയിട്ടാണ് തുടങ്ങിയത്. അപ്പം നമ്മളിതെങ്ങനെയാണ് നമ്മുടെ വാഹനങ്ങളിൽ ഫിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളിത് പറഞ്ഞിട്ടില്ല. നമ്മ റോഡ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂട്ടർ അല്ലെങ്കിൽ ബൈക്ക് അല്ലെങ്കിൽ കാറൊക്കെ ആയിട്ടായിരിക്കും പോണത്. പെട്ടെന്ന് ഇപ്പോൾ ഒരു പട്ടിനെ കണ്ടിൽ പെട്ടെന്ന് വട്ടം ചാടിക്കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ഈ ഗാഡ്ജറ്റ് റോഡ് സേഫ്റ്റി ആയിട്ട് എങ്ങനെ ബന്ധപ്പെടണമെന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. അതാണ് ചോദ്യം. ഞങ്ങളാണെങ്കിൽ ആദ്യത്തെ ഈ ഞങ്ങളുടെ ഗാഡ്ജറ്റിനെ പറ്റി വിചാരിച്ച തന്നെ ഒരു 2 വീലറെ ഘടിപ്പിച്ച് കൊണ്ടുപോകാനായിരുന്നു. കാരണം ഞങ്ങൾ നേരത്തെ ഇതിനെപ്പറ്റി ആലോചിച്ച് ഞങ്ങൾ ഇതിനെ സത്യത്തിൽ നമുക്ക് ഈ ഏറ്റവും കൂടുതൽ ഞങ്ങളവിടെ കുഴപ്പം ഉണ്ടാകുന്നത് ഈ കാൽനടയാത്രക്കാർക്കാണ്. കാൽനടയാത്രക്കാരാണ് ഞങ്ങളവിടെ കൂടുതൽ ഈ പട്ടി ആക്രമിച്ചിട്ടുള്ളത്. അങ്ങനെ 2 വീലേഴ്സിനെ അങ്ങനെ ആക്രമിച്ചിട്ട് അവിടെ അങ്ങനെ റെക്കോർഡുകളൊന്നുമില്ല, ഒത്തിരി ഈ ആളുകൾ അങ്ങനെ അറിഞ്ഞൊന്നുമില്ല. അങ്ങനെ അല്ലാതെ 2 വീലേഴ്സ് അപ്പോൾ ഞങ്ങളവിടെ പട്ടി ചിലവരൊക്കെ ഇച്ചിരി മാഞ്ഞിരൊക്കെയാണ്, അങ്ങനെ വണ്ടിയുടെ മുമ്പിൽ ചാടാറൊന്നുമില്ല. അങ്ങനെ അത് അല്ലേ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവം തന്നെ നമുക്ക് ഹോണിൻ്റെ എടുത്തിട്ട് വേറെ വട്ടം കൊടുത്ത് നമുക്കവിടെ വണ്ടി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ജഡ്ജസിലേക്ക് കൈമാറാം. ജഡ്ജസ്. ഒരു ചോദ്യം, ഈ തെരുവ് പട്ടികളുടെ ഓടിക്കുക എന്നുള്ളതാണ് നിങ്ങളിവിടെ പരിഗണിച്ചതെന്ന് തോന്നുന്നു. സാധാരണ പലരും ചെയ്യാറുള്ളത് തെരുവ് നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവയെ വന്ധ്യംകരിക്കുക, അതുപോലെ ബർത്ത് കൺട്രോൾ നടത്തുന്ന രീതികൾ, പിന്നെ അവ വിഷബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിനേറ്റ് ചെയ്യുക, ഇങ്ങനെ പല പണികളും ചെയ്യാറുണ്ട്. നിങ്ങൾ ചെയ്തിരിക്കുന്ന ആകെ ഇവ ഓടിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് തോന്നുന്നു. അതിൽ എന്തെങ്കിലും വിശദീകരണം ഉണ്ടോ? അതായത് ഈ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടേ, അതായത് ഇത് നിങ്ങളതിൽ എണ്ണം കുറയ്ക്കാൻ വേണ്ട ശ്രമങ്ങളൊന്നും നടത്തുന്നില്ല അങ്ങനെ തോന്നി. അതിൻ്റെ എണ്ണം കുറയ്ക്കുകയല്ലേ വേണ്ടത്, ഉള്ളതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കില്ലല്ലോ. അതാണ് ചോദ്യം. ഇല്ല ഇല്ല. അപ്പോൾ അത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ല സാറേ, ഇത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പട്ടി ഞങ്ങളുടെ ഈ പട്ടി സ്നേഹികൾ കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ ഉപദ്രവിക്കാനും ഇച്ചിരി പാടില്ലയോ. അല്ല നമുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കതിനെ ജസ്റ്റ് ഓടിച്ചു വിടാം. അല്ല നമ്മൾ സാധാരണ കല്ലെടുത്തെറിയുമ്പം പട്ടി ഓടിപ്പോവില്ലയോ. നമുക്ക് അന്നേരം നമുക്ക് ആ ഒരു ഏരിയത്തേക്ക് നമുക്കൊന്ന് സേഫാക്കാൻ വേണ്ടിയുള്ളൊരു ജസ്റ്റ് ഒരു ആ ഒരു കാൽനടയാത്രക്കാർക്ക് മെയിനായിട്ടൊരു സുരക്ഷത വേണ്ട ഒരു കാരണമാണ് ഞങ്ങൾ ആലോചിച്ചത്. നിങ്ങൾ എത്ര എണ്ണം ഉണ്ടാക്കി, എത്ര പേർക്ക് കൊടുത്തു, പരിശോധിച്ച് നോക്കിയോ? പരിശോധിച്ച് ഞങ്ങൾ കുറച്ച് പട്ടികളെ നോക്കി പരിശോധിച്ച് എന്ന് പറഞ്ഞ ഒരു ഏകദേശം ഒരു 90ഓളം പട്ടികൾ റിയാക്ട് ചെയ്ത് അത് ഓടിപ്പോയി. എത്ര ഇതിന്റെ ഫ്രീക്വൻസി ഉപയോഗിക്കുന്നത്? ഇതിന്റെ ഫ്രീക്വൻസി ആവൃത്തി ഈ അൾട്രാസോണിക് ഇതിനകത്ത് ഫ്രീക്വൻസി സെറ്റ് ചെയ്തേക്കുന്നത് 35,000 ഹെഡ്സാ.
നല്ല പ്രവർത്തനമായിരുന്നു, താങ്ക് യു സാർ. അതിനെ അഭിനന്ദിക്കുന്നു. സാറ് ചോദിച്ച ഒരു വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ പട്ടിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊന്ന് സ്ഥലത്തേക്ക് ഓടിക്കുക മാത്രമാണല്ലോ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ നമ്മൾ മാലിന്യമാണ് അവിടെ പട്ടി കൂടാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ളൊരു സംസ്കരണ മാർഗങ്ങൾ കൂടി നമ്മൾ ആലോചിച്ച പട്ടിയുടെ എണ്ണം കുറയും. പിന്നെ അതൊരു കാര്യമാണ്. വേറെ സാറ് ചോദിച്ച വന്ധ്യംകരണം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഓടിയാലും അവിടെയും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളില്ലേ? പിന്നെ ഇത് നിങ്ങൾ മാത്രമല്ലാതെ വാഹനങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ കാൽനട യാത്രക്കാർക്കൊക്കെ കൊടുത്ത് പരീക്ഷണം നടത്തിയിരുന്നോ? അതിലെന്തെങ്കിലും നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി നമ്മളത് ചെയ്ത് നോക്കണം, ഇതാണ് നിങ്ങളുടെ മാർഗമെങ്കിൽ നിങ്ങൾ ഇനി അത് കൂടുതൽ ചെയ്ത് നോക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? പട്ടികളുടെ അടുത്ത് നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ കാൽനട യാത്രക്കാരെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾ സ്കൂൾ കുട്ടികൾ, ഞാനൊക്കെ സൈക്കിളിൽ വരിക, ഇടയ്ക്ക് ചിലപ്പോൾ നടന്നു പോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പട്ടിയുടെ പ്രശ്നം എനിക്കത് മെയിൻ ഒരു പ്രശ്നമാണ്. അപ്പം ഈ സ്കൂളിലോട്ട് നടന്നു വരുന്ന കുട്ടികൾ, അപ്പം നമ്മൾ കുട്ടികളെ എടുക്കുവാണെങ്കിൽ അവർക്കിതൊരു ഹാൻഡ് ഹെൽഡ് ഡിവൈസായിട്ട് യൂസ് ചെയ്യാമല്ലോ. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ നോക്കിയത്. അല്ല സാറേ, നമുക്ക് പട്ടിയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതൊരു ഉപദ്രവം എന്നുള്ള രീതിയിലാവത്തില്ല. അങ്ങനെ നമുക്ക് എല്ലാവർക്കും കല്ലൊക്കെ എടുത്തെറിഞ്ഞാൽ പോരെ? ഇത് മാത്രമല്ല, ഒരു ഇത് പറയാനില്ലേ, അപ്പം അങ്ങനെ ടൈറ്റിലൊന്ന് ഇച്ചിരി മാറ്റിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഇതിലേക്ക് വരാൻ കഴിഞ്ഞേനെ. എന്തായാലും നന്നായിരുന്നു. നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നിങ്ങളൊരു ഗാഡ്ജറ്റ് ഡെവലപ്പ് ചെയ്തു, അല്ലെങ്കിൽ അതിലൊരു വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ സാർ. ഒരു ചെറിയ ചോദ്യം മാത്രം. ഈ പട്ടി സ്വയംഭൂവല്ല, ഇപ്പം തന്നെത്താനുണ്ടാവുന്നതല്ല, നമ്മളെ ആൾക്കാർ തന്നെ വഴിയിലോട്ട് ഇറക്കി വിടുന്നതാണ്. പിന്നെ അവർക്ക് കഴിക്കാനുള്ള തീറ്റ നമ്മൾ മാലിന്യങ്ങളായിട്ട് നമ്മൾ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അവയുടെ എണ്ണം കൂടുന്നിടത്ത് നമുക്ക് തന്നെ കുറച്ച് കൺട്രോള് ചെയ്ത് കഴിഞ്ഞാൽ പട്ടിശല്യം ശരിക്കും പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതും ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ കാണേണ്ടതാണ്, എവിടെ നിന്ന് വരുന്നു എന്നുള്ളത്. ഈ മാലിന്യം സംഭവമല്ലേ സാർ ഉദ്ദേശിച്ചത്? മാലിന്യം നിക്ഷേപണം, ഈ അല്ലാതെ ആളുകൾ ഈ പട്ടികളെ അഴിച്ചുവിടുന്നു, സാർ അത് ഉദ്ദേശിച്ചത്? ഞങ്ങളുടെ അവിടെ സാധാരണ നമുക്ക് ഈ എത്ര പറഞ്ഞാലും ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ ചെയ്താലും നമുക്ക് ഈ ആളുകൾ ഇന്ന് മാലിന്യം നിക്ഷേപിക്കും. നമുക്കതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പ്ലാനൊക്കെ കൊണ്ടുവരാം. ഈ മാലിന്യം നിക്ഷേപിക്കുന്ന ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലൊക്കെ നിക്ഷേപിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എന്തെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ അയച്ചു കൊടുക്കുകയും അവർക്കൊരിത് അങ്ങനെ അവർക്ക് ചെറിയൊരു എമൗണ്ട് തുക കിട്ടുകയൊക്കെ ചെയ്യാം. അങ്ങനെയാണ് ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകളെ പിടിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു മോട്ടിവേഷൻ കിട്ടും. അല്ലാതെ ഈ അങ്ങനെ നമുക്കൊരു ആ ഒരു ട്രാഷിൻ്റെ എണ്ണം കുറയ്ക്കാൻ സാധിക്കാം. അല്ലാതെ നമുക്ക് ഈ പട്ടികളെ ചെയ്യാൻ തുരത്താൻ പറ്റുന്ന നമുക്കൊരു പരിധിയൊക്കെയില്ലേ സാറേ? ഒരു സംശയമുള്ളത്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പട്ടിയുടെ ഉപദ്രവം കുറയ്ക്കാനായിട്ട് എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്നുള്ള കാര്യം നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇത് മാത്രം വെച്ചുകൊണ്ട് തന്നെ ജൈവമാലിന്യത്തിനെതിരെ നമുക്ക് വേണമെങ്കിൽ ആളുകളെ ബോധവൽക്കരിക്കാം. ജൈവമാലിന്യം ഇത് അതുപോലെ തന്നെ ബാക്കി പല കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇതിന് ബാക്കി പത്രമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇത് നമുക്ക് ജസ്റ്റ് എല്ലാവരുടെയും കയ്യിൽ കൊടുക്കാൻ പറ്റിയാൽ നല്ലതായിരിക്കും എന്നൊരു ഇതുണ്ട്. കാരണം ഇത് സമൂഹത്തിന് കുറച്ച് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ കണ്ടുപിടിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഞങ്ങൾ നോക്കിയപ്പോൾ പ്രധാന പ്രശ്നം ഇതാണ്. മീൻസ് 50% പൈസ കണ്ടില്ല, 50% ഇതാണ് പ്രശ്നം. അപ്പോൾ ഇത് സമൂഹത്തിന് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ എല്ലാവരുടെയും കയ്യിൽ എത്തിക്കാൻ സാധിച്ചാൽ അത്രയും നല്ല കാര്യമായിട്ട്. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അവസാനിപ്പിക്കാം. അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. താങ്ക് യു ടീം കായംകുളം.